എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങാപ്പത്തിരിയാണ്. നല്ല രുചിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. ആദ്യമായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചു. 1.25 കപ്പോളം വെള്ളമുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു, ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആദ്യം തന്നെ ഒരു 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. തിള കയറി വരുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി, അതായത് അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ്. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തതാണ്. ഇത് നല്ലപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അരിപ്പൊടി നല്ലതുപോലെ മിക്സാക്കി എടുക്കണം തവി വെച്ചിട്ട്. എന്നിട്ട് ഇത് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ്. ഇതൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഒന്നുകൂടി നല്ലതുപോലെ തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതവിടെ മാറ്റി വയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ചൂടൊന്ന് പതുക്കെ ആറിക്കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉള്ളൊരു മാവാണ് കിട്ടിയിരിക്കുന്നത്. കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾസായിട്ട് എടുക്കാം. എന്നിട്ടിത് കയ്യിൽ വെച്ച് തന്നെ വേണമെങ്കിൽ ഉരുട്ടി ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. പിന്നെ നമുക്ക് ശരിയായിട്ടുള്ള ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിലൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഷേപ്പ് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ടാണ് ഞാനിപ്പം ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്, റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് മുഴുവൻ മാവും ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുത്ത് അങ്ങനെ ഈ ഇത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ട് ഒരു 6-7 എണ്ണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ദോശക്കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പത്തിരി എല്ലാം പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ല്, ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റൗ ഓൺ ചെയ്ത് ഈ ദോശക്കല്ല് വെച്ച് കൊടുത്തു. എന്നിട്ട് അല്പം എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് അതിലൊന്ന് ചെറുതായിട്ടൊന്ന് പരട്ടി കൊടുക്കാം. എന്നിട്ട് കല്ല് ചൂടായി കഴിഞ്ഞപ്പോൾ
പത്തിരി ഓരോന്നായിട്ട് ഇട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് മാവ് തന്നെ നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തിരിക്കുന്നതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പത്തിരി മുഴുവൻ ഇതുപോലെ ദോശക്കല്ലിലിട്ട് ചുട്ടെടുക്കാം. ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ, ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലിൽ പഞ്ചസാരയൊക്കെ ഇട്ട് അതിൽ മുക്കി കഴിക്കാനും നല്ലതാണ്. ഇനി കറി കൂട്ടി വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. വെജിറ്റേറിയനോ നോൺ വെജ് കറിയോ ഏത് വേണമെങ്കിലും ഇതിന് കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റിനും പറ്റും, ഡിന്നറിന് കഴിക്കാനും ഇത് നല്ലതാണ്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം.